കേരള ഗവൺമെൻറ് ഒരു പദ്ധതി, അത് നല്ല ഒരു കാര്യമാണ്. നമ്മുടെ ഈ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി, അത് വളരെ 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 നല്ലൊരു കാര്യമാണ്. എനിക്ക് ആ ന്യൂസ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കന്യാസ്ത്രീകൾ. ഈ വഞ്ചന എവിടുന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ എങ്ങൊന്നുമല്ല, അത് സഭയിൽ നിന്ന് തന്നെയാണ്. കാരണം ഇന്നത്തെ നമ്മളുടെ നാടിൻ്റെ സ്ഥിതിഗതി അനുസരിച്ച് എന്ത് തൊഴിൽ ചെയ്താലും മാന്യമായൊരു വേതനം എവിടെയും ലഭിക്കും, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ വടക്കേ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് എന്തുമാത്രം കാശാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അവർ ചെയ്യുന്ന തൊഴിലിന് മാന്യമായ കൂലി ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത്, അല്ലേ? ഇത് കേരളത്തിൻ്റെ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരു ലോകത്തിൻ്റെ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മൾ ഇവിടുന്ന് മലയാളികളും പോയി ജോലി ചെയ്യാറുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെ ജോലി ചെയ്ത കൂലി കിട്ടണം എന്നുള്ളത് ഒരു ഒരു സത്യമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നത് നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ പറയുന്നത്, അതുപോലെ തന്നെ ഒരർത്ഥം അതിന് മറ്റൊരർത്ഥമുണ്ട്. അതായത് ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട്. സത്യമല്ലേ? ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാർത്ഥന മാത്രമല്ല അവരുടെ ഒരു ഉത്തരവാദിത്വം. പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ശാരീരികമായിട്ട് അവരുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട്. കാരണം പിന്നെ പള്ളിയിൽ തന്നെ ഒരു കുർബാന അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ കാര്യങ്ങളിൽ സഹകരിക്കുക, ഇടവക നിവാസികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെ പിന്നെ പ്രാർത്ഥനയിലേക്ക് നയിക്കുക, പിന്നെ മറ്റുള്ള അലങ്കരിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലായി, പിന്നെ പൂക്കൾ മേടിക്കാൻ പോകുന്നത്, പിന്നെ മറ്റേ ഒരു മഠം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ അവർ വെളുപ്പിന് 4 മണി മുതൽ ഈ രാത്രി കിടക്കുന്ന ഒരു 9 മണി 10 മണി വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സഭയിൽ നിന്നും 10 പൈസയുടെ വരുമാനമില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ 10 പൈസയുടെ വരുമാനമില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ പലരും ചോദിക്കും അവർക്ക് എന്തിനാണ് പൈസ എന്ന്, പണമെന്ന്. പണം ആർക്കാണ് വേണ്ടാത്തത്? പണം വേണ്ടാത്ത ആർക്കാണ്? കാരണം വ്യക്തിപരമായിട്ട് ഒരുപാട് നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഏത് സന്യാസ സന്യാസ വേഷം നമ്മൾ സ്വീകരിച്ചാലും നമ്മൾക്ക് നമ്മളുടെ ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും ഒന്നും ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല. ഈ കന്യാസ്ത്രീകൾക്ക് പിന്നെ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ സ്വന്തം വീട്ടിൽ പോകാനും അവരുടെ സ്വന്തക്കാരെ കാണാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും പൂർണ്ണമായിട്ടും തുടച്ച് നീക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ അങ്ങനെ ഒരു കാര്യം ലീവ് അനുവദിക്കുന്നത്, അല്ലേ? ഒരു കിളി കരയുന്ന സൗണ്ടാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ സ്വന്തം മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കുടുംബത്തെയൊക്കെ കാണാൻ പോകുന്ന ഇവരുടെ കയ്യിൽ സത്യത്തിൽ ഒരുപാട് നിറഞ്ഞ ആഗ്രഹങ്ങളുണ്ട്. ഈ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഈ പറയുന്ന അവരുടെ സ്വന്തക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അപ്പനെയും അമ്മയും കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഇവർക്കുമുണ്ട്, ഈ കന്യാസ്ത്രീകൾക്കുമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സഭ ഇവരെ കൊണ്ട് ചെയ്യാവുന്ന ജോലികളെല്ലാം എടുപ്പിച്ചിട്ട് അവർക്ക് 10 പൈസ ആ പേരിൽ കൊടുക്കാറില്ല. ഒരു കന്യാസ്ത്രീകൾക്കും ശമ്പളമില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദികന്മാർക്ക് പിന്നെയും ഏതെങ്കിലും വഴിക്ക് പൈസ കിട്ടും. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വൈദികന്മാർ പിന്നെ ആയിട്ടുള്ള കുട്ടികൾ കുടുംബത്തിൽ നിന്ന് സെമിനാരിൽ പോയിട്ട് വൈദികന്മാരായതിനു ശേഷം അവരുടെ പലരുടെയും കുടുംബങ്ങൾ ഡെവലപ്പാകുകയും സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുകയും അത്യാവശ്യം വരുമാനമൊക്കെ ആകുന്ന രീതിയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വൈദികന്മാർക്ക് പൈസ കിട്ടാനുള്ള പല ഓപ്ഷനും ഉണ്ട്. പക്ഷെ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് അതില്ല. കാരണം കന്യാസ്ത്രീകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ അപ്പനും അമ്മയും പിന്നെ പ്രായമായിട്ടുള്ള അപ്പനും അമ്മയ്ക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഏക മകളായിരിക്കാം. മനസ്സിലായോ? അത് ദൈവഭക്തി മൂത്തിട്ട് അവർ ചിലപ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ കന്യാസ്ത്രീ മഠത്തിലേക്ക് അയച്ചിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രാരാബ്ധം, ഒടുങ്ങാത്ത പ്രാരാബ്ധം കാരണം 5ഉം 6ഉം 7ഉം പെൺമക്കളും, മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചുവിടാൻ ഒരുപാട് നിവൃത്തികേടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കന്യാസ്ത്രീ മഠത്തിലേക്ക് അയക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ തീരദേശത്തെ ഈ പറയുന്ന പോലെ തീരദേശ മേഖലയിലുള്ള കുടുംബങ്ങളിലൊക്കെ ഈ പെൺകുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ വിവാഹം കഴിച്ചയപ്പിക്കാനുള്ള നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികളെ ഈ സഭയ്ക്ക് ഇതുപോലെ മഠത്തിലേക്ക് അയക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാരാബ്ധം മൂത്ത്
പെൺകുട്ടികൾക്ക് ഒടുങ്ങാത്ത പ്രാരാബ്ധം കാരണം പെൺകുട്ടികളെ ഇതുപോലെ കന്യാസ്ത്രീയാകാനായിട്ട് പറഞ്ഞു വിട്ട കുടുംബങ്ങളാണ് ഭൂരിഭാഗമുള്ളത്. പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബങ്ങളിലേക്ക് ഇവർ തിരിച്ച് ലീവിനായിട്ട് ഒരു ലീവ് കിട്ടി അവധിക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തെ അവധിക്ക് വരുമ്പോൾ ആ അപ്പനും അമ്മയ്ക്കും അല്ല സഹോദരങ്ങൾക്കും എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ട്. പക്ഷെ അവരുടെ സാഹചര്യം, അവരുടെ പണമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പണം നമ്മൾക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ളത് ആർക്കാണ്? ഈ മതങ്ങൾക്ക് തന്നെയാണ്, അല്ലേ? വൈദികന്മാർക്ക് സഞ്ചരിക്കാനായിട്ട് AC കാറും കിടന്നുറങ്ങാനായിട്ട് AC റൂമും നല്ല നല്ല ഭക്ഷണങ്ങളും പിന്നെ അവരുടെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ മാത്രം കാശും എല്ലാം ഇത് കിട്ടുന്നത് ഈ സഭയിൽ തന്നെയാണ്. ഒരു ഇടവകയിൽ 10 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 സിസ്റ്റേഴ്സിനും എന്തായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് കാശ് മേടിക്കുന്നുണ്ട്, അല്ലേ? എന്തായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പൈസ പിടുങ്ങുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ 10 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. എന്തായാലും വിശ്വാസികൾ പൈസ തരണം, അല്ലേ? പക്ഷേ അതൊക്കെ വളരെ 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 മോശം പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ കന്യാസ്ത്രീകൾ. കാരണം അവർക്ക് നിസ്സഹായരായിട്ട് കയ്യിലൊന്നുമില്ലാതെ സ്വന്തം കുടുംബത്തേക്ക് കയറി ചെന്ന് അപ്പനമ്മയും കണ്ടിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയാണ്. അതിന് കാരണക്കാർ വേറെ ആരുമില്ല, ഈ സഭ തന്നെയാണ്. സഭ അവരെ കൊണ്ട് ഇപ്പോൾ പല മേഖലയിലും ജോലി ചെയ്യുന്നവരുണ്ട്. ടീച്ചേഴ്സായിട്ട്, നേഴ്സായിട്ട് ഒക്കെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവർക്കൊന്നും ശമ്പളമില്ല. ഇവർക്കൊക്കെ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ ആ ശമ്പളത്തിൻ്റെ അവകാശികൾ സഭയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്നവർക്ക് ഏറ്റവും വലിയൊരു തണലാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരത്തിലൊരു ഈ കേരള ഗവൺമെൻറ്, നമ്മളുടെ ഗവൺമെൻറ് ഇങ്ങനൊരു തീരുമാനത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ല കാര്യം. കാരണം അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും, ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പോൾ ഒരു തളർവാദ രോഗിയായ ചിലപ്പോൾ ഒരു സഹോദരിക്കായിരിക്കാം, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പണം കൊടുക്കാനോ അവർക്കൊരു ആത്മസംതൃപ്തിക്കാണ് ഞാൻ പറഞ്ഞ, മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് പോലെ തന്നെ ഇവർക്കും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ആത്മസംതൃപ്തി കിട്ടാനായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു വക അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ കേരള ഗവൺമെൻറ് എടുത്ത തീരുമാനം അത് ഉചിതം തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ ഉപകരിക്കുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിനോട് വളരെ വളരെ യോജിപ്പാണ്. എത്രയും വേഗം നടപ്പാകട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ പറയുന്ന പ്രവണത, അതായത് സഭ ദയവ് ചെയ്ത് ഇത്തരം പ്രവണതകൾ നിർത്തലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് അവർ മനുഷ്യരാണ്. അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിക്ക് പിന്നെ പിന്നെ അതിന് അവർക്ക് എന്താ പറയുക, അതിന് തക്കതായ വേതനം കൊടുക്കാനായിട്ട് സഭ എന്താ പറയുക, ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ മനുഷ്യരും സ്വന്തം നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്നുള്ള ഒരു നിയമം അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണമെന്നും അതിൽ തന്നെ ഉണ്ട്. ആ ഒരു സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂലി മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കൂലി കൊടുക്കാനും തയ്യാറാകണം. എൻ്റെ അഭിപ്രായത്തിൽ സഭ അത് അങ്ങനൊരു കാര്യം ഇനിയെങ്കിലും കന്യാസ്ത്രീകളൊക്കെ ഇതുപോലെ മഠത്തിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തക്കതായ അവർക്ക് ഒരു തുച്ഛമായ വേതനം അത് ഇടവകക്കാരിൽ നിന്നായാലും പിരിച്ചിട്ട് അവരിൽ എത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഇത് അവരുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തുന്നുണ്ടോ എന്നും ഗവൺമെൻറ് പരിശോധിക്കണം. കാരണം ഒരു കന്യാസ്ത്രീ മഠത്തിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്കും പെൻഷൻ ഗവൺമെൻറ് അനുവദിച്ചിട്ട് ആ പെൻഷൻ എടുത്തിട്ട് സഭ മുടക്കാനുള്ള അവസരം വരുത്തരുത്. അല്ലെങ്കിൽ ആ സഭ അത് അവർക്ക് കൊടുക്കാതെ അത് സഭ പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അത് ഗവൺമെൻറ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഗവൺമെൻറ് ഉറപ്പ് വരുത്തണം. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് കേട്ടിടത്തോളം സന്തോഷം തോന്നി. ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജീവിതത്തിൽ തണലായിട്ട് ആരും ഇല്ല എന്ന് കരുതുന്ന സ്ത്രീകളെയൊക്കെ ചേർത്ത് നിർത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അത് വളരെ 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 അഭിനന്ദനാർഹമാണ്. ഓക്കെ.